കുഞ്ഞാ പൈസ എടുത്തോ? എവിടെ ഇവിടെ കൊഞ്ച് ഇവിടെ കൊഞ്ച് ഇവിടെ കൊഞ്ച് പോട്ടെ. ഞാൻ പുത്ത വീട്ടിൽ പോയിട്ട് ഞാൻ എണ്ണ മേടിക്കാം. പിന്നെ പിന്നെന്താ വാങ്ങണ്ടെന്ന് പറഞ്ഞ കൂവ എത്ര? കൂവല്ല കൂവാണ്. പിന്നെ എന്താ വേണ്ട? പിന്നെ നമുക്ക് ഹോർലിക്സും ഫ്രൂട്ട്സും പിന്നെന്താ അമ്മ പറഞ്ഞ കാടമുട്ടിയും കോഴിമുട്ടിയും അത് നമുക്ക് പോകുമ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം അല്ലേ? ഞങ്ങള് എണ്ണ വാങ്ങിട്ട് വരാം. അപ്പൊ ഞാനും അച്ചൂട്ടനും കൂടി നല്ല ആട്ടി വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്കൊരു വയസ്സറിയിപ്പ് കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാനുള്ള സാധനങ്ങൾ മേടിക്കലാണ്. എണ്ണ അങ്ങനെ ഈ സഞ്ചിയിൽ വെക്കാല്ലേ. നമ്മളിത് എവിടേക്കാണ് കെട്ടിപ്പൂട്ടി പോണേന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടി വലിയ കുട്ടി ആയിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് വയസ്സറിയിപ്പ് എന്ന് പറയും. ഇപ്പൊ ഒക്കെ കുട്ടികൾക്ക് ഏതേത് ഏജിലൊന്നുമില്ലല്ലോ. ചെറിയ ചെറിയ ഏജിലൊക്കെ കുട്ടികൾ വലിയ കുട്ടികളാവും. ഇവിടെ അച്ചൂട്ടിയുടെ പ്രായമേ ഉള്ളൂ. അപ്പൊ വലിയ ഫംഗ്ഷൻ ആയിട്ടൊന്നും കഴിക്കുന്നില്ല. എന്നാലും നമ്മൾ അറിയുന്നവരും കുടുംബക്കാരൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ നല്ല വെളിച്ചെണ്ണ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വേറൊരു ഐറ്റം കാണിക്കാം. ഇത് പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ അത് ഞാൻ കാണിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ എവർടീനിന്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ് ആണല്ലോ ഇപ്പൊ ഉപയോഗിക്കലുള്ളത്. അതുകൊണ്ട് ഞാൻ ഓർത്തു അവക്ക് മോൾക്ക് ഇതുപോലെ ഒരു പാക്കറ്റും കൂടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്നുള്ളത്. കാരണം ഇത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും അവക്ക് ഈ ഒരു സമയത്ത്. നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, ഞാൻ എവർടീന്റെ പ്രൊഡക്റ്റുകളാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കല്. ഈ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ച് വെച്ചത് ഉണ്ടായിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ പിന്നെ മേടിക്കുന്ന ഗിഫ്റ്റുകളുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് ഇത് തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചു. ഞാൻ ജസ്റ്റ് ഒരെണ്ണം നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം, ഇത് എങ്ങനെ എന്താന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് XXL ആണ് കേട്ടോ. 320 mm വലിപ്പമുണ്ട്, ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കൂട്ട് ഒരു ടെൻഷനും വേണ്ട. നല്ല നീളത്തിൽ ഇരുന്നോളുമല്ലോ. പിന്നെ നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ലീക്ക് ആവുന്നുള്ള ടെൻഷന്റെ ആവശ്യവും വരുന്നില്ല. എനിക്കറിയാം ഇപ്പൊ ഒക്കെ പുതിയ പുതിയ ടെക്നിക്കുകളാണ് എന്ന് വെച്ചാൽ ഈ മെൻസ്ട്രൽ കപ്പ് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്കത് ടെൻഷനാണ്, പേടിയാണ്. ഈ പറഞ്ഞ കൂട്ട് ചെറിയ മക്കളാവുമ്പോ നമ്മളമ്മമാർക്ക് ടെൻഷൻ തന്നെയാണ് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള അമ്മമാർക്കും അങ്ങനെയുള്ള കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ എളുപ്പം കോട്ടൺ കോട്ടിങ്ങോടൊക്കെ കൂടി വരുന്ന ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ എവർടീനിന്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ്. യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാത്തതാണ്, നല്ലതാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പൊടികളൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി മേടിക്കാവുന്നതാണ്. ഈ ഒരു പാക്കറ്റിലുണ്ടല്ലോ 40 ചെറിയ ചെറിയ പാക്കറ്റിലായിട്ടാണ് പാഡുകൾ വെച്ചിട്ടുള്ളത്, സെപ്പറേറ്റ് കൂടുകളിലായിട്ട്. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ബാഗിലിട്ട് കൊണ്ടുപോകാനൊക്കെ ഉപകാരം. ചെറിയ ചെറിയ പാഡുകളാവുമ്പോഴേ ഒരു ദിവസം ചിലപ്പോ ഹെവി ഫ്ലോ ഉള്ളവർക്ക് 2, 3, 4 പാഡൊക്കെ മാറ്റേണ്ടി വരും. പാഡിന്റെ എണ്ണം പോണതിന്റെ പ്രശ്നമല്ല, ഇതിങ്ങനെ മാറ്റുന്നത് നമുക്ക് പുറത്തു പോകുമ്പോ ഒരു റിസ്ക് ഉള്ള കാര്യമാണല്ലോ. അപ്പൊ ഇതുപോലെ ലെങ്തും തിക്കും ആയിട്ടുള്ള പാഡുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ 1, 2 വട്ടമൊക്കെ വേണേ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ വീട്ടിലെത്തുന്ന വരത്തേക്കും സേഫാന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഈ പാഡ്സിന്റെ ഒക്കെ ടോപ്പ് ലെയർ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുക കാരണം കൊണ്ട് ഈർപ്പം ഒട്ടും നമ്മുടെ സോഫ്റ്റ് സ്കിന്നിലാവില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് ഈർപ്പം നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ചിലർക്ക് ചൊറിച്ചില് ഇങ്ങനെ മുറിയാവുന്ന മാതിരി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത്തരം പാഡ്സ് ഉപയോഗിക്കുമ്പോൾ മാറ്റാവുന്നതാണ്. നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഇതിന്റെ ഒരു റിവ്യൂ തരുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തരം പ്രൊഡക്ട്സ് മേടിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും വീഡിയോയിൽ എവർടീൻ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ് ടാഗ് ആക്കണുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ കമന്റ് ചെയ്യണേ. നമ്മൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ കാണിക്കണത് ഇത്തരം പ്രൊഡക്റ്റ് ജെനുവിനായിട്ട് അത് ഉപയോഗിച്ച് അതിന്റെ ഒരു ഫീഡ്ബാക്ക് തരികയാണ്. എല്ലാവർക്കും അറിയാം പേടുകളുടെ ഗുണവും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ചില ആൾക്കാർക്ക് അറിയില്ല ഇത് എത്രത്തോളം നല്ലതാണ്. ചിലതൊക്കെ ഉപയോഗിച്ച് ചിലർക്ക് നല്ല പണി കിട്ടലുണ്ട്. എന്റെ അടുത്ത് തന്നെ 1-2 പേര് പറഞ്ഞിരുന്നു ഇങ്ങനെ മേടിച്ച ഒരു പാക്കിൽ നിന്ന് അവർക്ക് ഉണ്ടായ ദുരനുഭവം. അപ്പൊ നമുക്ക് ടെൻഷനാണ് ഏതേത് മേടിക്കും അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ട് പോലെയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരണത്. നമ്മള് സ്ഥിരം കസ്റ്റമർ ആണ്. ഇനിയും എവർടീന്റെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മളെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ ഈ പാക്കറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടേ ഒട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാക്കറ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് കാണിക്കും, എന്നിട്ടാ ഗിഫ്റ്റ് തരുള്ളൂ. എന്നിട്ടാ എന്താ പറയാ കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ എനിക്ക് അറിയാം. ഒത്തിരി പേര്
കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആരെങ്കിലും പേഡൊക്കെ ഉപയോഗിക്കുമെന്ന്. പേഡ് ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം എനിക്കിപ്പോഴും കപ്പൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇപ്പൊക്കെ കുറേയും കൂടെ നല്ലത് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് തന്നെയാണല്ലോ. ഇത് വന്നിട്ട് 12-13 വയസ്സാവുന്നേ ഉള്ളൂ. തുള്ളിച്ചാടി നടക്കുന്ന പ്രായമാണ്. നമ്മുടെ അച്ചുകുട്ടൻ്റെയൊക്കെ പ്രായമല്ലേ. ഇതുപോലെ ഏത് നേരം സൈക്കിൾ ഒട്ടിയൊക്കെ നടക്കുന്ന ആളാണ്. ഈ സമയത്ത് എങ്ങനെ തരണം ചെയ്യണമാവോ. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഹെവി ഫ്ലോ ഉണ്ടെങ്കിലും ഓവർഫ്ലോ ഉണ്ടെങ്കിലും ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, സേഫാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇനി മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും പേടിക്കണം. വീഡിയോയിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കയറി പർച്ചേസ് ചെയ്തോളൂ. ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഇത്രയും തോനെ പാഡുകളൊക്കെ സ്വന്തമാക്കാം.